അതെ, ഇന്ന് നല്ല ഫ്രഷ് അയല കിട്ടിയപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. ഇന്നൊന്ന് പൊള്ളിച്ച് കഴിച്ചാലോ എന്ന്. അങ്ങനെ ദേ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ദേ നമ്മളൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെല്ലാം ഒന്ന് മാറിനേറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതേപോലെ തന്നെ ലേശം വെളിച്ചെണ്ണ എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഈ മീൻ കുട്ടന്മാരിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെ ദേ മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ ദേ നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അതിനുശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും എടുക്കേണ്ട, അത്യാവശ്യം മീനൊന്ന് വെന്ത് വരണം. അങ്ങനെ ദേ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് മീനെല്ലാം ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ നമ്മളിതേ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഇട്ട് വഴറ്റുന്നത്. അപ്പോൾ വഴണ്ട് വന്ന സവാളയിലേക്ക് കുറച്ച് നമ്മളുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയെല്ലാം ഒന്ന് വെന്തുടഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കാം. ഇനി നമ്മൾ നല്ല രീതിയിൽ വാട്ടിയെടുത്തിരിക്കുന്ന വാഴയിലയുടെ മുകളിലായിട്ട് നമ്മൾ ദേ ഒരു മസാലയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മളിതേ മീൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ദേ ഞാൻ 2 പീസ് അയലയാണ് കേട്ടോ ഈ ഒരു വാഴയിലയിൽ വാട്ടിയെടുക്കുന്നത്. അപ്പം വാഴയിലയിൽ നമ്മൾ മീനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് നമ്മുടെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ വാഴയില നല്ലപോലെ വാട്ടണം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ദേ എടുത്ത വഴിക്ക് നമ്മുടെ വാഴയില ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു വാഴയിലയും കൂടെ വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ദേ വാഴനാര് കൊണ്ടിട്ട് നമ്മളിത് ദേ നല്ല രീതിയിലൊന്ന് കെട്ടിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സെറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ 2 സെറ്റാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ദേ 2 എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവയുടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അങ്ങനെ ദേ തവയുടെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തൂകിയിട്ട് നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞ നമ്മുടെ മീനിനെ നമ്മൾ ആ ഒരു തവയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കുന്നതാണ് നമ്മുടെ അടുത്ത ഒരു പർപ്പസ്. അങ്ങനെ ഏകദേശം നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അയലയിൽ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് ഓപ്പൺ ചെയ്യുവാണേ. നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് കഴിച്ചും കൂടെ ഒന്ന് നോക്കണമല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിക്കാനായിട്ട് പോവുകയാണ്. സംഭവം കളറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ കരിമീൻ പൊള്ളിച്ചതും അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അയല പൊള്ളിച്ചത് കഴിക്കുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി. ടാറ്റ, ബൈ ബൈ.